ചേട്ടാ ഈ കൊച്ചിതുവരെ വന്നില്ലേ? കൂട്ടുകാരോട് കളിക്കാൻ പോയി പിന്നെ ഒറ്റ പോക്കാണ്. വരട്ടെ. ഓ അഖില മാഡത്തിന് എന്നെ തിരിച്ചു വിളിക്കാനൊക്കെ അറിയാം. പറ മോളെ അഖിലേ, കൂടുതൽ ഇങ്ങനെ ഡയലോഗ് അടിക്കരുത് കേട്ടാ. നീ എന്നെ ഇപ്പഴല്ല തിരിച്ചു വിളിക്കണത്. അതെ, കഴിഞ്ഞ 6 മാസത്തിന്റെ ഇടയ്ക്ക് 2 തവണ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ച്, അന്നേരൊന്നും നീ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എനിക്കറിയാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കത്തുള്ളൂന്ന്. മോളെ അഖിലേ, പൈസയുടെ കാര്യം ചോദിച്ചാണ് വിളിച്ചെങ്കിൽ എന്റെ 5ന്റെ പൈസ ഇല്ല. ഇനിയിപ്പോ ഉണ്ടെങ്കിലും നീ അതുകൊണ്ട് ഞാൻ നിനക്ക് തരത്തില്ല. പൈസ ഇല്ലേ അഖിലേ? കൊച്ചു നീ കരയണ എന്തിനാ? അഖില നീ കരയാതെ അതി കാര്യം പറ. മിണ്ടായി. അയ്യോ നിന്റെ അടുത്തല്ലേ, ഞാൻ ഇവിടെ പറഞ്ഞ. എന്റെ കൊച്ചു, നീ എന്തിനാ ഇതെല്ലാം സഹിച്ച? അവിടെ തന്നെ നിക്കുന്ന, നിനക്ക് നിന്റെ വീട്ടിൽ പോയി കൂടെ? മോളെ അഖിലേ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ചില ടൈപ്പ് ആണുങ്ങളുടെ സ്വഭാവമാണ് ഭാര്യമാരെ ഉപദ്രവിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക. നീ നിന്ന് മോങ്ങാതെ നീ നിന്റെ വീട്ടിൽ പോവാൻ നോക്ക്. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. നീ നിന്റെ വീടത്തിൽ തന്നെ വിളിച്ചാ മതി. ബാക്കി ലച്ചുമായിട്ട്. ശരി. ഏതഖിലേ ചേച്ചി? നിനക്ക് അഖിലേനെ അറിയാൻ പാടില്ല? എന്നെ ഇവിടെ ഡിഗ്രിക്ക് പഠിച്ചത് കോളേജില് ഇവിടെ വന്നിട്ടുണ്ട്. അഖില നല്ല നീട്ടുള്ള മുടിയൊക്കെ ആയിട്ട് മെലിഞ്ഞ്. അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, എന്തെങ്കിലും പൈസയൊക്കെ കടം ചോദിച്ച്. എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് കൊടുത്തിട്ടുമുണ്ട്, അവൾ എനിക്ക് തിരിച്ച് തന്നിട്ടുമുണ്ട്. ആ ചേച്ചി പണ്ടേ ഇവിടെ വന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ഭയങ്കര പാവമാണല്ലേ? അതെ, പാവമായതും കൊണ്ടാണ് ആ പാവത്തിന് എല്ലാരും കൂടെ തട്ടി കളിക്കണത്. അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭയങ്കര പ്രശ്നമാണ്. അവളുടെ അമ്മായിയമ്മ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളോട് അവളുടെ വീട്ടിൽ പോകാൻ പറഞ്ഞത്. അത് ശരി. അപ്പൊ എന്താണ് പ്രശ്നമെന്ന് പോലും ലച്ചൂസിന് അറിയിട്ടില്ല. എന്നിട്ടാണ് ഈ പറഞ്ഞ അഖില എടുത്ത് പറഞ്ഞേക്കുന്ന സ്വന്തം വീട്ടിലേക്ക് പൊക്കോളാൻ ഭർത്താവിന്റെ വീട്ടിൽ. എന്തുവാടി അതിന് സ്വന്തം വീട്ടിൽ പോകാൻ ആരെങ്കിലും പെർമിഷൻ വേണോ? അവൾക്ക് എപ്പോഴെങ്കിലും പോവാലോ. എന്റെ ലച്ചു, ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിലൊന്നും കയറി ഇടപെടല്ലേ. അപ്പൊ ഈ അഡ്വക്കേറ്റും കുടുംബ കോടതിയിലെ ആൾക്കാരൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറുന്നതോ? പിന്നെ ഇവിടെ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്, ഞാൻ ഇടിച്ചു കയറും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവളൊരു അമലയല്ല. അമലയിൽ അഖിലയാണ്. അത് അവളുടെ പേരല്ലേ? അബല. അതാണ്. അല്ല, പക്ഷേ ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ആ ചേട്ടൻ ഭയങ്കര പാവമാണ്, ചേട്ടന്റെ വീട്ടുകാരൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാന്നൊക്കെയാണോ ചേച്ചി പറഞ്ഞത്? ആ സമയത്ത് എല്ലാരും അടിപൊളിയായിരുന്നു. പിന്നെ പോകെയല്ലേ ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആണല്ലോ. പക്ഷെ അവള് ഹാപ്പി അല്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം കേട്ടുടനെ ചാടി പുറപ്പെടാൻ നിൽക്കരുത്. അവിടുത്തെ സാഹചര്യം എന്തോ, അവിടെ എന്തോ വിഷയം നിനക്കറിയാവോ? അമ്മൂമ്മേ, അഖിലേനെ എനിക്ക് നല്ലോണം അറിയാം. പിന്നെ അവള് കരഞ്ഞോണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ പിന്നെ കൂട്ടുകാരെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ? ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും. മാറ്. அம்மா ரொம்ப கஷ்டம் தான்ல அந்த பொண்ணோட விஷயம். നമുക്കിപ്പോ എന്താ പറയാൻ പറ്റും? ആ ലളിതയുടെ മോളെ കെട്ടിച്ച വീട്ടിലും ഇതുപോലൊക്കെ തന്നെയാണെന്നേ. അമ്മായിയമ്മയും മരുമോളും കൂടെ എപ്പോഴും വഴക്കാ. ഇത്ര വഴക്കാണ് ഈ മാറി താമസിക്കാൻ പറയണ എന്റെ അമ്മൂമ്മ. എന്റെ കൊച്ചെ, ബന്ധങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കളഞ്ഞിട്ടൊന്നും മാറി താമസിക്കാൻ പറ്റിയല്ലെന്നേ. അല്ലെങ്കിൽ ചിലർക്കുള്ള സ്വഭാവമാണ് കേട്ടോ ഇത്. രണ്ടുപേരും സമാധാനമായിട്ട് കല്യാണം കഴിഞ്ഞ് ജീവിക്കുമായിരിക്കും, എന്നാൽ അവരവരുടെ ഇഷ്ടത്തിൽ വിടുക അതില്ല. ഇവരുടെ ഇടയിൽ കയറി ഉപദേശം കൊടുത്ത് അതും ഇതും പറഞ്ഞു ചുമ്മാ അവരവർക്ക് അവരുടെ കാര്യം നോക്കിയാ പോരെ. ഇങ്ങോട്ട് നോക്ക്, നീ ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ പോന്നല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ ജീവിതം തുടങ്ങുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ. ചുമ്മാ അത് അർത്ഥവും വ്യാപ്തിയൊക്കെ അറിയണം പോലും. എന്റെ പൊന്നോ, ലച്ചു ചേച്ചി അടുത്ത് മിണ്ടാൻ പറ്റത്തില്ല. ചേച്ചി ഫോൺ വിളിക്കുന്ന എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് എന്നെ ഓടിച്ചു വിട്ട്. അഖിലേച്ചിയുടെ കാര്യം എന്തോ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. லெச்சு வந்து என்ன ஆனாலும் அந்த பொண்ணை ஹெல்ப் செய்வா, அதுல எனக்கு நம்பிக்கை இருக்கு.
ആ കൊച്ചിന്റെ പ്രശ്നം എന്തോന്നറിയാതെ ലച്ചു ഇങ്ങനെ കിടന്ന് ചാടുന്ന കാണുമ്പോഴേ എനിക്ക് പേടിയാവുക. அம்மா அது ஒரு பொண்ணோட வாழ்க்கை விஷயம் அம்மா. அதனால லெச்சு வந்து ஆத்மார்த்தமா ஹெல்ப் செய்வா. அதான் ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അതെ അതെ അതെ, ഇത് പൊണ്ണോടെ വായക്ക പ്രശ്നം എന്ന് കേട്ടു. ഇപ്പൊ പൊണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ ആണെങ്കിലും വായക്ക പ്രശ്നം തന്നെ കേട്ടല്ലോ. എന്തായിരുന്നു ഇവിടെ പ്രശ്നം? അതെ, ഒരാൾ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് കേൾക്കാൻ വേണ്ടി എന്തിനാണ് നടുക്ക് കയറി നിൽക്കണത്? ചീത്ത സ്വഭാവമാണത്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കണ്ടേ ചേച്ചി? നാളെ ഞാനും ഒരു കുടുംബജീവിതം നയിക്കേണ്ട ആളല്ലേ? നിങ്ങൾ നോക്കിക്കോ, നാളെ എങ്കിൽ മറ്റന്നാള് ഉറപ്പായിട്ട് ഞാൻ അഖിലയുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് ഭർത്താവിനെയും അവന്റെ അമ്മേനെ ഒക്കെ പോയി കാണും. ആ, എല്ലാരും പോയി കാണണം. ഒരു കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷം കൊണ്ടായില്ലേ? കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ട് പോകണല്ലോ. അതെ, ചെന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ആടിച്ച് പിരിപ്പിച്ച് 4-ന് 2-ന് 8 പാത്രത്തിലാക്കണം. പറ്റുവാണെങ്കിൽ അത് കഴിയുമ്പോ നമ്മുടെ വീട്ടിലോട്ട് വിരുന്ന് കൊടുന്ന് വിളിക്കണം, വന്ന് തിന്നിട്ട് പോട്ട്. അവക്ക് പ്രശ്നമൊക്കെ ഉണ്ടാവും. അവള് ചിലപ്പോ നമ്മുടെ അടുത്ത് തുറന്ന് പറയാത്തതാണെങ്കിലും. ഇപ്പൊ എന്താണ് പ്രശ്നം? കമോൺ. പ്രശ്നം ഞാൻ പറയാം. അവളുടെ ഭർത്താവ് അനില് ഒരു ഫൈനാൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യണത്. നല്ല കാര്യം. നല്ല ചിക്കളിയുണ്ട് സാലറി ആയിട്ട്. പിന്നെ ഇവളും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഒരു പ്രൈവറ്റ് കമ്പനിയില്. ഒരു 5-6 മാസമൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവക്ക് അവിടെ പിടിച്ചില്ല. അവൾ അതുകൊണ്ട് റിസൈൻ ചെയ്ത് പോന്ന്. പിന്നെ ഭർത്താവിന് നല്ല ചിക്കളി ഉള്ളത് കൊണ്ട് ഭർത്താവിന്റെ ശമ്പളത്തിൽ നിന്നാണ് ഇപ്പൊ അവളുടെ കുടുംബകാര്യവും വീട്ടുകാര്യവും ഭർത്താവിന്റെ വീട്ടുകാര്യവും ഒക്കെ നോക്കണത്. സ്വാഭാവികമായിട്ടും ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല പോണത്. ആണല്ലോ. ഇവക്ക് ജോലി ഇല്ലാത്തതിന്റെ പേരില് എന്തിനാണ് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവിന്റെ വീട്ടുകാര്? അതിപ്പം അതായത് സംഭവം എന്താന്ന് വെച്ചാല് പുള്ളിക്കാരന്റെ ചെലവിലാണല്ലോ പോകുന്നത്. നല്ല ചെലവ് കാണുമല്ലോ. അപ്പൊ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ ഒഴുകുമല്ലോ. അപ്പൊ പിന്നെ ആ ഒരു വരുന്നൊരു ടൈറ്റിന്റെ ആ ഒരു ഇതില് അവര് ചിലപ്പം തമ്മിൽ ചെറിയ അടികളൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഭർത്താവിന് ജോലിയില്ല, ഇവക്ക് നല്ല ജോലിയുണ്ട്. അങ്ങനെയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ അറിയിക്കും. എനിക്ക് വിഷമായത് എന്താണെന്നറിയോ? അവള് എന്നെ വിളിച്ച് കരഞ്ഞ് അവളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവളുടെ ഭർത്താവിന്റെ അടുത്ത് പോലും പറയാൻ പറ്റുന്നില്ല. അമ്മായിയമ്മയുടെ കയറും. അതുകൊണ്ടാണ് ഞാൻ അവളോട് അവളുടെ വീട്ടിൽ പോവാൻ പറഞ്ഞത്. ഈ അനിലെ ഒരു പാഠം പഠിക്കണം. லெச்சு, இந்த அனில் உனக்கு நல்லா தெரியுமா? കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേരമൊക്കെ നല്ല പയ്യനായിരുന്നു. പക്ഷെ എന്നാൽ എന്താണ് ഇപ്പൊ ഈ അമ്മായിയമ്മ പറഞ്ഞത്? അത് നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. അൺവാണ്ടഡ് ഇൻഫോർമേഷൻ. നമുക്ക് അവളുടെ വിഷമം മാത്രം അറിഞ്ഞാ പോരെ. ചേച്ചി ചോദിക്കുന്നതൊന്നും വിചാരിക്കില്ല. അവര് തമ്മിൽ ഇപ്പൊ ചെറിയൊരു മിഠായി പ്രശ്നമേ ഉള്ളൂ. അത് ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി 2-നെ 2 പാത്രത്തിലാക്കണം. ഐ മീൻ ഡിവോഴ്സ് ആക്കണം. അതിന് ഡിവോഴ്സ് ഒക്കെ ഇക്കാലത്ത് ആർക്കാണ് പേടി? എല്ലാ പെമ്പിള്ളേരും നല്ല കൽപ്പുള്ള പെമ്പിള്ളേരാണ്. സ്വന്തം കാലു വിളിക്കുന്നു. പോരാവേ, കൽപ്പും കെൽപ്പും പോലും അറിയത്തില്ല പാവം. കേശു, ഇതെന്തോന്നാടാ ഇത്? എന്റെ അഖില, ആദ്യം നീ നിന്റെ കരച്ചിലൊന്നും നിർത്ത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ല നിന്റെ വീട്ടിൽ പോവാൻ. എന്നിട്ടോ എന്റെ കൊച്ച, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലേ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും കൂടെ തലേ കയറി തില്ലാനെ കളിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഒന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, പുള്ളിയുടെ നമ്പർ അയച്ചു തരാം. നീ പുള്ളിനെ വിളിച്ച് ഒരു ഡിവോഴ്സ് കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യും. ഡിവോഴ്സിനൊക്കെ പേടിക്കണം എന്തിനാ? ഇനിയിപ്പോ നിനക്ക് വിളിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് സംസാരിക്കാം. പിന്നെ അല്ലാതെ എനിക്ക് എന്റെ സുഹൃത്തിന്റെ കാര്യം നോക്കിയാലേ പറ്റത്തുള്ളൂ. അത് നീ കരച്ചിൽ നിർത്ത്. എന്നിട്ട് അത് നീ നിന്റെ വീട്ടിൽ പോ. ശരി, ഓക്കെ. ഞാൻ നമ്പർ ഇപ്പൊ തന്നെ അയച്ചു തരാം. ഹലോ, കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് തുടങ്ങിയിട്ട്. ഇത് വലിയൊരു വള്ളിയായി തീരും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഈ കൊച്ചിന്റെ ഒരു കാര്യം,
എത്ര പറഞ്ഞിട്ട് ഈ കൊച്ചിനെന്താ മനസ്സിലാവാത്തെ? ആവശ്യമില്ലാതെ മറ്റൊരാളുടെ കുടുംബകാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? അവരുടെ സാഹചര്യം എന്തോന്ന് നമുക്കറിയാവോ? അമ്മുമ്മ അവര് ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ അമ്മുമ്മ? ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. തന്നെ പാറു തന്നെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പട്ടിണി കിടന്ന് അവരുടെ കാര്യം ഡീൽ ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ചേച്ചി നമ്മുടെ വീട്ടിലെ വിഷയത്തിനേക്കാളും വലിയ വിഷയമായിട്ടാണ് അത് ഇപ്പൊ പൊക്കി പിടിച്ചോണ്ട് നടക്കണത്. ഒന്നാമതേ ഫുഡ് കഴിക്കൂല, ഇതിപ്പോ മിക്കവാറും എവിടെയെങ്കിലും കുഴഞ്ഞു നോക്കൂ. டேய் லெச்சுக்கு மனசுக்கு ஏதா வருத்தம் வந்துன்னா அவ சாப்பிடவே மாட்டாடா. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. വിഷമം വല്ലതും വന്നു കഴിഞ്ഞാ അല്ല കനത്തിന് തിന്നും. അത് വിഷമം വന്നില്ലെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ. ഇതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം. டேய் கேசு, இந்த அகிலாவோட ஹஸ்பண்ட் வந்து தண்ணி போடுவாரா? എന്റെ അറിവില് അങ്ങനെ പുള്ളി വെള്ളം അടിക്കുന്നതായിട്ടൊന്നും ഇല്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തമ്മിൽ എന്നേ പ്രശ്നം ഉണ്ടാവണ്ടേ? ഇതിപ്പോ ഇപ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുന്നേ, കെട്ടിട്ട് കുറെ ആയില്ലേ. டேய் ஒருவேளை இந்த அகிலாவோட மாமியார் இருக்காங்கல்ல, அனிலோட அம்மா, இந்த பொண்ணுக்கு வேலை இல்ல பணம் இல்ல அந்த மாதிரி ஏதாவது சொல்லிருப்பாங்களோ? சில வயசானவங்க எல்லாம் அப்படிதான்டா, மனசுல என்ன வருதோ அதை அப்படியே சொல்லுவாங்க. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ എന്തേലും മിഠായി കേസ് പ്രശ്നമായിരിക്കും കനാൻഡി. അത് മാത്രമല്ല കനാൻഡി, ഈ ചില അമ്മമാർക്ക് ആമ്പിള്ളാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആമ്പിള്ളാരെ കല്യാണം കഴിച്ച് ഭാര്യമാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുമ്പോൾ അമ്മമാർക്ക് പിടിക്കൂല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ പൊസസീവ്നെസ് കാരണം ആമ്പിള്ളാരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. നീ അങ്ങോട്ട് ഓടിക്കുവാ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ വേറെ കുറെ കേസുകളുണ്ട്. ഈ കേറി വരുന്ന മരുമക്കളെ മക്കളായിട്ട് കാണൂല, മോളായിട്ട് കാണൂല. അപ്പൊ എന്ത് ചെയ്യും? അവരിതേപോലെ വീട്ടിൽ കയറാതെ അലഞ്ഞിരിഞ്ഞ് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഊരി തന്നെ നടക്കും. വീട്ടിൽ മാത്രം, അതായത് അമ്മായിമ്മയുള്ള സ്ഥലത്ത് മാത്രം വരില്ല. അതാണല്ലേ അമ്മായി ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ, ഈ അമ്മുമ്മ അമ്മായിയെ മരുമോളെ പോലെ കാണുന്ന, മോളെ പോലെ അല്ല കാണുന്നേന്ന്. സംസാരം വഴിതിരിഞ്ഞ് വന്നപ്പോഴേ മനസ്സിലായി ഇത് എന്റെ നേരെയാണെന്ന്. അതെ, വന്നു കയറുന്ന പെണ്ണെ വീട്ടിലുള്ള അമ്മായി അമ്മയെ അമ്മയായിട്ടൂടെ കാണാൻ പഠിക്കണം. അതെങ്ങനെയാ? വന്നു കയറി കഴിഞ്ഞാൽ ഉടനെ ഭർത്താവിനെയും കൊണ്ട് അങ്ങ് പോകാൻ നോക്കും. പിന്നെങ്ങനാ? ഓട്ടമ്മൂമ്മ ജീവിച്ച് പോട്ടെ എങ്ങനെയെങ്കിലും ഒക്കെ. അതെ, അനിലയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുണ്ടല്ലോ, അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ സോപ്പ് ഇട്ട് നിർത്താൻ നോക്കുമായിരുന്നു. എന്തിനാന്നറിയോ? അവൾ അവിടെ ഇന്ന് തട്ടി കളിക്കാൻ. ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല, ഞാൻ അതൊക്കെ പൊളിച്ചടുക്കി. നിങ്ങൾ നോക്കിക്കോ, അനിലയുടെ മുമ്പില് അനിലും അനിലിന്റെ വീട്ടുകാരും മുട്ട കൊത്തും. ഇല്ലെങ്കിൽ ഞാൻ മുട്ട കൊത്തിക്കും. ഞാനേ അവൾക്ക് അഡ്വക്കേറ്റിന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റിന്റെ നമ്പരോ? അപ്പൊ ചേച്ചി ഇത് ഡിവോഴ്സ് ആക്കിയിട്ടേ അടങ്ങൂ. ഈ കൊച്ചിന് എന്തോ ഭാവിച്ചാടാ? ഇവിടെ ഇരിക്കായിരുന്ന വന്നേ. എന്താ ചേച്ചി? എനിക്കേ നിന്റെ അടുത്ത് കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത്? ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടും കേട്ടും പഠിച്ചോളണം. ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ കാണും. അതിനൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടോളണം. പിന്നെ വലുതായി ഒരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ടേ കല്യാണത്തിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. ഓക്കെ ചേച്ചി, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പിന്നെ ജോലി ഒന്നും കിട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാതെ കല്യാണം അങ്ങോട്ട് കഴിച്ച് ആ അനുഭവത്തിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടാ. ഇനി നീ ചോദിക്കും. ഇനി ഞാൻ എന്തോ ചോദിക്കാനാ? അതായിരുന്നു ചേച്ചി കണ്ണ് കാണുന്നില്ല ചേച്ചി. അഖിലേച്ചിയുടെ ഭർത്താവ് ഭയങ്കര മെലിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ വണ്ണം വെച്ച് കാണും. കുറെ നാളായി ഞാൻ കണ്ടിട്ട്. ചേട്ടാ, ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരണം? ഞാൻ ഇവളുടെ അടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞാണല്ലോ. പാർവേ മുങ്ങിയോ? അഖില, നീ ഓക്കെ അല്ലേ? എന്തു വെച്ച് മുഖമൊക്കെ വല്ലാതിരിക്കണേ? പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ, അതാ എല്ലാ പ്രശ്നം തുടക്കം.
ഞാൻ അനിലിന്റെ അടുത്തൊന്നും ചോദിച്ചില്ലല്ലോ. നീ വീട്ടിൽ വിളിച്ചാ? വീട്ടില് പോയോ ഇല്ല? എന്തേ വീട്ടിൽ വിളിച്ചതിനെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ടാ? എന്റെ അഖില, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ തീരുമാനങ്ങളൊക്കെ ഒറ്റയ്ക്ക് എടുക്കണം. നീ എന്തിനാ വല്ലവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നേ? എന്താ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നേ? ആന്റി ഇവർക്ക് ചായ കാപ്പി എന്താണെന്ന് വെച്ചാൽ കൊടുക്കും. അപ്പൊ അതോട്ടിരിക്കാം. അനിൽ വേണമെങ്കിൽ അകത്തേക്ക് ഇരുന്നോ, എനിക്ക് ഇവരുടെ അടുത്ത് വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നീ വാ. വരൻ. ചേട്ടൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അകത്തോട്ടിരിക്കും, വെള്ളം കുടിക്കാം. അല്ലേട്ടാ വാ. ചെല്ലേ കേറി ഇരുന്നാട്ടെ. ചെല്ലേ. വന്നാട്ടെ. വന്നാട്ടെ. അതെ, നിന്റെ അടുത്ത് ഞാൻ നിന്റെ വീട്ടിൽ പോകാനല്ലേ പറഞ്ഞു, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവര് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തതാ? അങ്ങനെയല്ല ലച്ചു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. പെട്ടെന്ന് വിഷമായപ്പോ ഞാൻ നിന്നെ വിളിച്ചതാ. അപ്പൊ ഇന്നലെ നീ ഹാപ്പി ആയിരുന്നോ? അങ്ങനെ ചോദിച്ചാ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓക്കെ അല്ല. ആ, ഓക്കെ അല്ല. അപ്പൊ നിന്റെ ഭർത്താവ് എന്ത് ചെയ്യണം? നിന്റെ വിഷമങ്ങളൊക്കെ ചോദിച്ച് അറിയണം. ഭർത്താവ് ചോദിച്ചോ നിന്റെ വിഷമങ്ങള്? അനിലാണെങ്കിൽ ഇപ്പൊ ഫുൾ ടൈം ഓഫീസിലത്തെ സ്ട്രെസ്സും ടെൻഷനും കോളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാ. അതാ ഫുൾ ബിസിയാ എന്ന് വെച്ചാ നിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കാനും ചോദിക്കാനും സമയമില്ലെന്ന്? അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? എന്നാ പിന്നെ മക്കളൊരു കാര്യം ചെയ്, അപ്പുറത്തെ വീട്ടിൽ അപ്പൂപ്പന്റെ അടുത്ത് പോയിട്ട് പറ, പുള്ളി കേക്കും. നിന്റെ ഭർത്താവിന് കേൾക്കാൻ സമയമില്ലല്ലോ. എന്തായാലും നീ ഇങ്ങനെയൊക്കെ പറയണേ? എന്നാ പറ, ആരാണ് നിന്നെ ഇഷ്ടപ്പെടുത്തിയത്? നിന്റെ ഭർത്താവാണോ ഭർത്താവിന്റെ വീട്ടുകാരാണോ? എന്റെ പൊന്നു ലച്ചുസേ, നീ ആദ്യം കൊച്ചിന്റെ പ്രശ്നം എന്താണെന്ന് കേക്ക്. അത് ഞാൻ കേട്ടല്ലോ, ഇവളെ ഫോൺ വിളിച്ച് കരഞ്ഞപ്പോ. ഇനി ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാ? തേങ്ങ കൊല. ചേച്ചി ഇത് പറഞ്ഞു അവരെ രണ്ടുപേരും രണ്ട് പാത്രത്തിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഡിവോഴ്സ് ആക്കി കൊടുക്കൂ എന്നാര് പറഞ്ഞു? എന്നാര് പറയേ? ചേച്ചി ഒരാൾ കരഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കരഞ്ഞതിന്റെ കാരണം ചോദിക്കണം, അല്ല ചേച്ചി തന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കരുത്. ഫസ്റ്റ് കാര്യം ചോദിക്കും. ഞാൻ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. എടാ, ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ സോൾവ് ചെയ്യണം, അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. പറ, ആരാണ് പ്രശ്നം? അനിലാണോ പ്രശ്നം? അനിലിന്റെ അമ്മയാണോ പ്രശ്നം? അമ്മ ഒരു പ്രശ്നമില്ല. അപ്പൊ അനിലാണോ പ്രശ്നം? എന്റെ പൊന്നു ലച്ചുസേ, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നമുക്കേ അകത്തോട്ട് സംസാരിക്കാം. വാ. ആന്ന്. വാ. നടക്ക്. ഇതെന്താ ആരും ഒന്നും മിണ്ടാതിരിക്കണേ? അനിലും അപ്പൊ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലേ? ലച്ചു, നീ ഒന്നും മിണ്ടായിരുന്നേ. അവര് ദേഷ്യം വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് പറഞ്ഞോണ്ട് അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഇത്രയും വലിയ പ്രശ്നം വരാൻ എന്താ കാരണം എന്നറിയോ? അഖിലേച്ചി രാവിലെ തൊട്ട് മിണ്ടായിരിക്കുവായിരുന്നു. അതുകൊണ്ട് അനിലേട്ടൻ വന്ന് ചോദിച്ച എന്താ പ്രശ്നമെന്ന്. അത് വഷളായി ഇത്രയും വലിയ പ്രശ്നമായി. എത്ര വെച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ അറിയാവുന്ന പറഞ്ഞു പോയി, നിനക്ക് ജോലിക്കൊന്നും പോകാൻ ഉദ്ദേശമില്ല. 3-4 സ്ഥലത്ത് ഞാൻ ജോലിക്ക് നോക്കിയതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പോ അനിലിന്റെ അമ്മ നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? അമ്മ ഓരോന്ന് പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ? അതെന്താണെന്നാ ചോദിച്ചത്? അമ്മ ചീത്തയൊന്നും പറഞ്ഞില്ല, നല്ല ജോലി കിട്ടിയിട്ട് പോയാ മതി എന്നാ പറഞ്ഞേ. അപ്പൊ ഇത് കേട്ട് ഞാൻ തമാശക്ക് പറഞ്ഞു, ഇനി ഇവക്ക് വേണ്ടി പുതിയ കമ്പനി ആരെങ്കിലും തുടങ്ങേണ്ടി വരുവാണ്. ഇത് കേട്ട് ഇവള് കരഞ്ഞോണ്ട് അകത്തോട്ട് ഓടിപ്പോയി. പിന്നെ ലച്ചുവിനെ വിളിച്ചു, ഫോൺ വിളിയായി, പറച്ചിലായി, എന്തൊക്കെയോ സംഭവിച്ചു. അതിപ്പോ എല്ലാവർക്കും എല്ലാ സ്ഥലത്തെയും ജോലി സെറ്റ് ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് മാത്രം ഒന്നും സെറ്റ് ആയില്ലടോ, അതെന്റെ വിഷമം. ഒരു ജോലി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് സ്വയം ഒരു തോൽവിയാണെന്ന് വിചാരിക്കണ്ട. ജോലിയാണ് പ്രശ്നമെങ്കിൽ നമുക്കറിയണ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, ഞാനൊന്ന് സംസാരിച്ചിട്ട് ഒരു ജോലിയൊക്കെ സെറ്റാക്കി തരാം. അത് തന്നെ, ഒരു 100 ജോലി ചെയ്തിട്ട് അത് മൊത്തം പൊളിഞ്ഞു നിൽക്കണവനാണ് ഇവൻ. പിന്നെ എന്തെങ്കിലും ജോലി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ അത് ചെയ്യാനാണ്. ഇത് അനില് ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ലേറ്റ് ആയിട്ടല്ലേ വീട്ടിലെത്തുന്നേ? ഇവിടെ 5 മണിയാകുമ്പോ എന്റെ ജോലി കഴിയും. അപ്പൊ തൊട്ട് വിളി തുടങ്ങും, വരുന്നില്ല. ഞാൻ 6 മണിയാകുമ്പോ വീട്ടിൽ കയറും. 6 മണിക്ക് വീട്ടിൽ കയറുന്നാ? എന്തുവാടേ? രണ്ടുപേരോടും എന്റെ മക്കളെ പോലെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇങ്ങനെ ചുമ്മാതെ വഴക്കിടരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും സ്നേഹിച്ചും മുന്നോട്ട് പോവുക. அது அம்மா சொன்னது ரொம்ப கரெக்ட்.
இங்க நம்ம லெச்சு சித்தும் அப்படியேதான் அடிக்கடி சண்டை போடுவாங்க. ஆனா கொஞ்சம் കഴിഞ്ഞാ ரொம்ப செட். இல்லையா லெச்சு சித்து? ആന്റി അവർക്ക് കുടിക്കാനൊന്നും എടുക്കുന്നില്ലേ? வேண்டாம் சொன்னாங்க லெச்சு. അയ്യോ അത് പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും കൊടുക്ക്. ഇല്ല വേണ്ട ലച്ചു. സുഹൃത്തെ ഒരു മിനിറ്റ്. എന്തല്ലേ? മോനല്ല. മോനെ? ഒരു ബ്രോയെ ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നത്. പക്ഷെ ലച്ചു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രോ അത് എനിക്ക് മനസ്സിലായി. സാധാരണ ഫാമിലി ഉണ്ടാകുന്ന ചെറിയൊരു ഇഷ്യൂ. ഓക്കെ. പിന്നെ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് അഖില ലച്ചുവിനെ വിളിച്ചതിന് ശേഷം വലിയൊരു ഭൂകമ്പമാണ് വീട്ടിലുണ്ടായത്. സ്വാഭാവികം. അപ്പൊ ദൈവത്തെ ഓർത്ത് അതുകൊണ്ട് ഞാൻ പറയാം, ഇത്തരം സന്ദർഭങ്ങളിൽ ലച്ചുവിനോട് വീട്ടിലോട്ട് വിളിക്കരുതെന്ന് പറയാം. വേറൊന്നും കൊണ്ടല്ല, ലച്ചു ഉറവിട്ടാൽ ഞങ്ങൾ ഡിവോഴ്സ് ആവും. കൺഫേം. ഒരു കാര്യം ചെയ്യാം ബ്രോ, നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ലച്ചൂസിനാണ് കാര്യങ്ങൾ മനസ്സിലാവാത്തത്. സെറ്റാക്കാം. അച്ഛാ ആ അപ്പൊ പിന്നെ കാര്യങ്ങൾ എങ്ങനാ? അഖില അനിലിന്റെ കൂടെ അനിലിന്റെ വീട്ടിലേക്ക് പോകല്ലേ? അതെങ്ങനെ ശരിയാവും? ആരും നടക്കൊന്നുമില്ല. ലച്ചൂസെ അതേ ശരിയാവത്തുള്ളൂ, അതേ ശരിയാവത്തുള്ളൂ. അപ്പൊ എങ്ങനാ പോലെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്? ഞാൻ പോട്ടെ. എന്തിനാണ് ലച്ചൂസോട് ചോദിക്കണേ? ലച്ചൂസോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ വിളിക്കാം. എന്തിന് വിളിക്കേണ്ട കാര്യമില്ല. പോട്ടെ എന്നാ. ബൈ. അളിയാ എന്ത് പറഞ്ഞേ? നന്ദി പറഞ്ഞു കാണും. ഞാൻ ഇടപെട്ട് വലിയൊരു പ്രശ്നമല്ല സോൾവ് ചെയ്ത് കൊടുത്തേ. മുമ്മ അവനെന്താ പറഞ്ഞെന്നറിയാമോ? ഇനി മേല ലച്ചു ഉപദേശിക്കാനൊന്നും പറഞ്ഞ് അവളെ വിളിച്ചു പോരുത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സിലെ അവസാനിക്കത്തുള്ളൂ. പിന്നെ ഒരു റിക്വസ്റ്റും പറഞ്ഞിട്ടുണ്ട്, ഇനി മേല ലച്ചു അവളെ വിളിക്കാൻ പോലും പാടില്ല. ലച്ചുസേ ഒരു പാവം കുടുംബമല്ലേടാ, അവരെങ്ങനെങ്കിലും ഒക്കെ തട്ടിമുട്ടും ജീവിച്ചു പൊക്കോട്ടെ.